മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും കാത്തിരിപ്പുയർത്തിയെത്തിയ ചിത്രങ്ങളിലൊന്നാണ് കളങ്കാവൽ. 8 മാസത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്നതിന് പുറമെ മമ്മൂട്ടി പ്രതിനായകനായി എത്തുന്നു എന്നതും ചിത്രത്തിന്റെ USP ആയിരുന്നു. നായകനായി മമ്മൂട്ടിക്കൊപ്പം എത്തുന്ന വിനായകൻ, മറ്റൊരു നവാഗത സംവിധായകനൊപ്പം മമ്മൂട്ടി എന്നിങ്ങനെ പലവിധ ഘടകങ്ങൾ പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രങ്ങൾക്ക് ആദ്യ ദിനം ആദ്യ ഷോകളിൽ ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണം എന്തെന്ന് ഇൻഡസ്ട്രി തന്നെ നിരീക്ഷിക്കാറുണ്ട്. പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരം ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരാറില്ല. ആദ്യ ദിനം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിക്കാനുള്ള ഭാഗ്യം കളങ്കാവലിനും ഉണ്ടായി. ട്രാക്കർമാരുടെ കണക്കുകളിൽ അത് കാണാം. റിലീസ് ദിനത്തിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭിച്ചതിന് പിന്നാലെ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ചിത്രം മണിക്കൂറിൽ 15,000 ടിക്കറ്റുകൾക്ക് മുകളിൽ വരെ എത്തിയിരുന്നു. ഈവനിംഗ് നൈറ്റ് ഷോകളോടെ കേരളത്തിൽ മാത്രം 102 സ്ക്രീനുകൾ ചിത്രം പുതിയതായി ആഡ് ചെയ്യുകയും ചെയ്തു. ടിക്കറ്റിനായുള്ള ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്ന് കേരളത്തിൽ 258 ലേറ്റ് നൈറ്റ് ഷോകളാണ് ഇന്നലെ ചാർട്ട് ചെയ്യപ്പെട്ടത്. ട്രാക്കർമാർ നൽകുന്ന ആദ്യ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം കളങ്കാവൽ നേടിയിരിക്കുന്ന ഗ്രോസ് 4,86,00,000 ഫൈനൽ കണക്കുകളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ സംവിധാനം നവാഗതനായ ജിതിൻ ഗേജോസ് ആണ്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു വേഷപ്പകർച്ചയുമായി എത്തിയിരിക്കുന്ന ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റാണ് ഉള്ളത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.